ഇന്നെൻ്റെ എക്സാമിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു. ഇനി കുറച്ച് നാളത്തേക്ക് കൂട്ടുകാരെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഉണ്ടെങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഇന്ന് അവരെത്തും. എൻ്റെ കസിൻസ്. അമ്മേ, അവര് വന്നോ? അവർക്ക് ഈ ദിവസങ്ങൾ എങ്ങനെയാ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ കൂടെയുള്ള ഓരോ ദിവസങ്ങളും എനിക്ക് വളരെ സ്പെഷ്യലാണ്. സ്കൂളിൽ അടിച്ചിട്ടും പൊട്ടാത്ത ചളികളൊക്കെ ഇവിടെ പൊട്ടും. എനിക്കിഷ്ടപ്പെട്ട പൂവ് എന്നറിയോ? ചെമ്പരത്തി. ചെമ്പരത്തി അല്ല, ഷാമ്പു. ഞാൻ വേറെണ്ണം പറയാം. എന്റെ ക്ലാസ്സിലെ ഒരു എക്സാം നടക്കുക. എനിക്ക് പെട്ടെന്ന് ഒരു ക്യാപ്പ് വെക്കണം തലയില്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കടയിൽ പോയി വാങ്ങണം. എക്സാമിന് കടയിൽ പോയി വാങ്ങാൻ പറ്റുമോ? അത് പറ്റത്തില്ല. പറ, അറിയോ? ഇനി ഞാൻ പറയട്ടെ. ഞാനാണെങ്കിൽ ആ എക്സാമിന് പൊട്ടും. അപ്പൊ തോട്ടി തൊപ്പി ഇടും. ആ തൊപ്പി ഇടുന്ന തല വെക്കും. ഇനി ഞാൻ പറയാം. അതായത് ഞങ്ങളുടെ വീട്ടില് അച്ഛന് ഒരു ഫാൻ മാത്രമേ ഉള്ളൂ. ഒരു ഫാനോടെ മേടിക്കണം. അപ്പൊ ആ ഏരിയയിൽ ഫാൻ മേടിക്കുന്ന കടകളൊന്നുമില്ല. അപ്പൊ തിയേറ്റർ മാത്രമേ ഉള്ളൂ. അവിടെ പോയി എങ്ങനെ ഫാൻ മേടിക്കും? തിയേറ്ററിൽ നിന്ന് എങ്ങനെ ഫാൻ മേടിക്കാൻ? അവിടെ മോഹൻലാലിന്റെ ഫാൻ ഷോ നടക്കുമായിരിക്കും. അപ്പൊ അവിടുത്തെ ഫാൻ മേടിച്ചോണ്ട് പോയി കാണാം. ഈ ഇളിച്ചോണ്ടിരിക്കുന്നവള് എന്നെക്കാളും 10 വയസ്സിന് മൂത്തതാ. പക്ഷെ 10 വയസ്സിന്റെ ബുദ്ധിയില്ല. അത്രയും മൂത്തയാണെങ്കിലും അവളെ ഞാൻ ആണ്. എന്നാ എടി ചേച്ചി. പിന്നെ ചേച്ചി കാലിട്ടാ അമ്മയ്ക്ക് ദോഷം. ഇത് മനോജേട്ടൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ ആകെ ജോലി ഉള്ളത് പുള്ളിക്കാണ്. കണ്ടു കഴിഞ്ഞാൽ 2K കിഡ്സ് ആയിട്ട് തോന്നുമെങ്കിലും പുള്ളി 90s കിഡാണ്. നമുക്കിനി വല്ലതും കഴിച്ചാലോ? മുട്ട മതിയോ? മുട്ടയോ? മുട്ടയാണെങ്കിൽ എന്റെ അനിയന്റെ റിസൾട്ട് വന്നു. മുട്ടയാ. ആ ഇരിക്കുന്ന ചേച്ചിയുടെ അനിയനാണ് ഇവൻ. അവനേക്കാളും ഞാൻ 2 മാസത്തിന് മൂത്തതാണ്. ഇടയ്ക്ക് അവനെ കൊണ്ട് എന്നെ ചേട്ടാന്ന് വിളിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അവൻ വിളിക്കാറില്ല. എടാ, നിന്നെക്കാൾ 2 മാസം ഞാനാ മൂത്ത്. അപ്പൊ എന്നെ ചേട്ടാന്ന് വിളിക്കാം. അയ്യടാ, ചേട്ടാന്ന് വിളിക്കുന്നത്. പോടാ ഇറങ്ങി. അതെനിക്ക് വിളിക്കാം. പക്ഷെ ഇവൻ പോടാ. മക്കളെ, തൽക്കാലം നിങ്ങൾ ഇത് കഴിക്കും. ബാക്കി ചോറെ കുറേന് വരുന്നുണ്ട്. ആഹാരത്തിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇവരെ കൂടുതൽ കഴിക്കണം. ഇവരെ കൂടുതൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവർ കഴിക്കുന്നത് കാണാനും ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ ഒരു പ്ലേറ്റ് ചോറ് കഴിഞ്ഞു. കുഞ്ഞമ്മേ, ചോറിങ്ങോ? ആദ്യമൊക്കെ അമ്മയ്ക്ക് വെച്ചു വിളമ്പാൻ ഭയങ്കര സന്തോഷമാണെങ്കിലും പതിയെ പതിയെ ആ സന്തോഷം കേടും. ഈ പിള്ളേർക്ക് വൈകിട്ട് കഴിക്കാൻ ചപ്പാത്തി കൊടുത്താലോ നമുക്ക്? അതെ, എനിക്കൊന്നും വയ്യ 6-7 പേർക്ക് വെച്ച് ചപ്പാത്തി വരത്താൻ. 2 കയ്യേ ഉള്ളൂ എനിക്ക് വെച്ച് വിളമ്പാൻ. കേട്ടാലും എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ വന്നേക്കോ. ഇതിവിടുത്തെ സ്ഥിരം കലാപരിപാടിയാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് മാറിക്കോളുന്നേ. തലയ്ക്ക് ചൂടടിച്ചെൻ്റെ. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കറക്കം, അത് മസ്റ്റാ. പറിച്ചാലോ? പണിയാവൂ? പണി ഉണ്ടാക്കാത്ത പരിപാടി നമ്മുടെ കയ്യിലുണ്ടോ? നമ്മൾ പണി ഉണ്ടാക്കാതെ പോയ ഏതെങ്കിലും വെക്കേഷൻ ഉണ്ടോ? അതില്ല. അപ്പൊ എറിയല്ലേ? ഒരെണ്ണോടെ പറിച്ചാലോ? ഒരെണ്ണം പറയാം. വാ. ഈ ഓട്ടം സാധാരണ ഇവര് വരുമ്പം പതിവാണ്. ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത്. ഈ കനാലിനൊരു കഥയുണ്ട്. എന്തു കഥ? പണ്ടൊരു അമ്മയും കുഞ്ഞും ഇവിടെ കുളിക്കാൻ ഇറങ്ങി. ആ കുഞ്ഞങ്ങ് മുങ്ങിപ്പോയി.
ആ കുഞ്ഞ് മുങ്ങിപ്പോയ പാടെ അമ്മ ആ കനാലിലോട്ട് എടുത്ത് ചാടി. രണ്ടുപേരും ഒഴുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അമ്മ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് നോക്കി. രണ്ടുപേരും ആ കയത്തിലോട്ട് താണു പോയി. പക്ഷെ അമ്മ കുഞ്ഞിനെ ഒറ്റക്കൈയിൽ ഇങ്ങനെ പൊക്കി വെച്ചേക്കുവാ. ഇപ്പോഴും രാത്രിയിലേ ആൾക്കാർ ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോഴേ അമ്മയും കുഞ്ഞിനെയും ഇതിലൂടെ കാണാറുണ്ടെന്ന്. സത്യം. വെള്ളിയാഴ്ച ഉച്ച ദിവസങ്ങളിലെ ഇവിടെ വരാൻ പാടില്ല. വെള്ളിയാഴ്ച അയ്യോ ഈ ചുഴി കണ്ടോ? ആ കൊച്ചും അമ്മയും കൂടെ ശ്വാസം വിടുന്നതാ. ഇതൊരു പൊട്ടക്കഥയാണെങ്കിലും ഞാൻ വിശ്വസിക്കും. അതാ ക്യാരക്ടർ. ഏയ് മോളെ, എനിക്ക് ഇഷ്ടമാട്ടോ. ഐ ലവ് യു. പിന്നെ വന്നോ ചേട്ടാ എവിടെ പോയി? ഇനി മേലെ കമന്റ് അടിച്ചാണ്ടല്ലോ കൊന്നുകളാളെ പന്നി. ഇതാണ് എൻ്റെ കസിൻസ്. ഇനിയാണ് വീണ്ടും കഥ ആരംഭിക്കാൻ പോകുന്നത്. എടാ ചിലിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടോടാ? ഇല്ല. ആ അമ്മയും മോനും പോന്നതാ. ഞാൻ കേൾക്കുന്നില്ലല്ലോ. ആന്ന് സൂക്ഷിച്ച് നോക്ക്, കേക്കാം. ആ കനാലിന്റെ അടുത്ത് പോയി നിന്നാലേ ഇപ്പൊ ചൊവ്വിനെ കാണാം. ചുമ്മാ ഞാൻ പോണി ചുമ്മാ എന്ന് പറഞ്ഞു. പിന്നെ ഒരു അറുതലയുടെ ഒരു കഥയുണ്ട്. നിനക്ക് പേടിയുണ്ടോ? പേടിക്കണ്ട, അറുതല ഒന്നും ചെയ്യത്തില്ല. എനിക്ക് പേടിയൊന്നുമില്ല. പൊറോട്ട വലിച്ചു കീറുന്നതിൻ്റെ വിട്ട് കീറത്തേ ഉള്ളു. അങ്ങനെ ദിവസങ്ങൾ പെട്ടെന്നായിരിക്കും കടന്നു പോകുന്നത്. അവസാനം ആ ദിവസം വന്നു ചേരും. കുഞ്ഞമ്മ ഞങ്ങളന്ന് അങ്ങോട്ട് പോവാ. അവനെന്ത്? യോ അവനെന്തേ മക്കളെ? ഇപ്പൊ വിളിക്കാം. എടാ മോനെ, അവര് പോവാൻ നിൽക്കുന്നു. എഴുന്നേറ്റേ. മോനെ എവിടെ എഴുന്നേക്കാൻ? മക്കളെ നിങ്ങളെന്നാ പൊക്കോ. അവൻ എഴുന്നേക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ബസ് മിസ്സാവും. പൊക്കോ. ശരിക്കും ഞാനേ അറിഞ്ഞോണ്ട് എണ്ണിക്കാത്ത അവർ പോകുന്ന കാണാൻ എനിക്ക് വയ്യ.